വിഴിഞ്ഞത്തിനുള്ള കേന്ദ്ര പാരിസ്ഥിതികാനുമതിക്കായി നടത്തിയ പാരിസ്ഥിതിക ആഘാത പഠനം ഈ ആശങ്കയ്ക്ക് സ്ഥാനമില്ലെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കി. പരിസ്ഥിതിവാദികളുടെ മറ്റൊരു വാദം ശ്രീലങ്ക, കന്യാകുമാരി, വിഴിഞ്ഞം കടൽ പ്രദേശത്തിനിടയിൽ മത്സ്യങ്ങൾ കൂട്ടമായി വസിക്കുന്ന ബാഡ്ജ് ബാങ്ക് വിഴിഞ്ഞം തുറമുഖം വന്നാൽ ഇല്ലാതാകും എന്നതാണ്. ഇത് മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് ബാധിക്കും. എന്നാൽ വർഷം 18,000 കപ്പൽ ഇതിലൂടെ കടന്നുപോകുമ്പോൾ ഇല്ലാത്ത ആശങ്ക വിഴിഞ്ഞം പദ്ധതിക്ക് മാത്രം ഉയർത്തുന്നതെന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മറ്റൊരു വാദം മത്സ്യബന്ധനത്തെ ബാധിക്കും എന്നതാണ്. പക്ഷേ അതിനും കൂടുതൽ ആയുസ്സുണ്ടായിരുന്നില്ല. നിലവിൽ വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിന് സൗകര്യം നന്നേ കുറവാണ്. വർഷകാലത്ത് അടിമലത്തുറ, പുല്ലുവിള, കൊച്ചുപള്ളി, വലിയപള്ളി, പൂവാർ തുടങ്ങിയ തീരങ്ങളിൽ നിന്നൊക്കെ വിഴിഞ്ഞത്തേക്കാണ് മത്സ്യബന്ധനത്തിന് ആളുകൾ എത്തുന്നത്. ഇത് വൻ തിരക്കാണ് വിഴിഞ്ഞം ഹാർബറിൽ ഉണ്ടാക്കുന്നത്. ഇതിന് പരിഹാരമായി നിലവിലെ ഹാർബറിന് തൊട്ടടുത്ത വലിയ കടപ്പുറത്ത് 500 മീറ്റർ നീളത്തിൽ മികച്ച സൗകര്യങ്ങളോടെ ഫിഷിംഗ് ലാൻഡ് സെന്റർ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി തന്നെ വരികയാണ്. ഇതാണ് നിലവിലുള്ള ഫിഷിംഗ് ഹാർബർ. ഈ ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത് ഇന്ന് വളരെ സ്ഥല സൗകര്യം വളരെ ചുരുങ്ങിയതാണ്. പൊഴിയൂർ മുതൽ 5 വരെയുള്ള ആൾക്കാർ ഇവിടെ വന്നാണ് ഈ വർഷകാലത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള തിരക്കാണ് അതിനകത്ത്. അപ്പോൾ ഈ പുതിയ ഹാർബർ വിഭാവനം ചെയ്യുമ്പോഴേക്കും ഗവൺമെൻറ് ഒരു ബെസ്റ്റ് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത് ഈ ഭാഗം, ഈ പദ്ധതി പ്രദേശം കാണുന്നില്ലേ, ഈ ബ്രേക്ക് വാട്ടറിൽ നിന്ന് 300 മീറ്റർ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീനിൽ വന്നിട്ട് ഒരു പുതിയ ഫിഷിംഗ് ഹാർബർ വിഭാവനം ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും മത്സ്യത്തൊഴിലാളികൾക്ക് മാക്സിമം ബോട്ടുകൾ ഇവിടെ പിടിക്കുകയും ഇവിടെ നിന്ന് ഈ റോഡ് വഴി മുകളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ്. പുതിയ ഫിഷിംഗ് സെന്ററിനെയും തുറമുഖത്തെയും പൂർണ്ണ മനസ്സോടെയാണ് മത്സ്യത്തൊഴിലാളികൾ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ വിഴിഞ്ഞത്തുള്ള വെള്ളം തന്നെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിടിക്കാനുള്ള സൗകര്യം ഇല്ല ഇവിടെ. ഈ ഹാർബറിൽ ചെറിയ ഹാർബറാണ്. അപ്പോൾ ഈ ഇത്രയും ആൾക്കാർ ജനങ്ങളൊക്കെ വന്ന് ചേരുമ്പോൾ നമുക്ക് തന്നെ ഇവിടെ കടപ്പുറത്ത് മീനൊക്കെ വയ്ക്കാമെന്ന് വയ്ക്കുമ്പോൾ അവർ തന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ അവസരത്ത് എണ്ണ വില കൂടുതൽ, ഈ എണ്ണ നമുക്ക് പണിക്ക് പോകാണ്ട് എണ്ണയ്ക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ 30 രൂപ 40 രൂപയ്ക്ക് കൊടുത്ത എണ്ണയ്ക്ക് ഇപ്പോൾ 70 രൂപ 80 രൂപ 90 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ മക്കളെ നമ്മുടെ പിള്ളേരെ വളർത്താൻ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ അവർ വലിയ വലിയ ടെറസൊക്കെ വെച്ച് എല്ലാം ചെയ്ത് നമ്മൾ ഇന്നും കടത്തേരായിട്ട് കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ഒരു നേട്ടമില്ലാതെ നമ്മൾ കിടക്കുകയാണ്. ഈ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇതെവിടെ ഒരു മിച്ചമായ ഹാർബർ വന്നാൽ, ഹാർബർ വരെയാണെങ്കിൽ നമ്മുടെ മക്കൾ രക്ഷപ്പെടും, നമ്മുടെ ഭാവി, നമ്മുടെ പണിക്കാരും ബുദ്ധിമുട്ടില്ലാതെ പണിക്ക് പോകും. തന്നെ ഇപ്പോൾ കൊച്ചിയിൽ തന്നെ കപ്പലില്ലേ, 100 കണക്കിൽ കപ്പൽ പോകണില്ലേ, അത് മറ്റുള്ള ഹാർബറിൽ പോകണില്ലേ, കോവയിൽ പോകണില്ലേ, മംഗലാപുരം പോകണില്ലേ. അതുപോലെ തന്നെ ഇവിടെയും ആർക്കൊരു ശല്യമില്ല. അവിടെ എല്ലാവരും പണി ചെയ്യാനില്ലേ. അതുപോലെ ഫിഷിംഗ് ഹാർബറായ എല്ലാവരും പണി ചെയ്യാം. ഫിഷിംഗ് ഹാർബറായ എത്ര വെള്ളം വേണമെങ്കിലും പണി ചെയ്യാം, എത്ര ബോട്ട് വേണമെങ്കിലും പണി ചെയ്യാം, എത്ര കപ്പലും കയറി ഇറങ്ങി പോവാം. കപ്പൽ പോകാൻ നമ്മൾ ഇടിച്ചിട്ടൊന്നും പോകില്ല. അവർ നോക്കി തന്നെ പോകും, നമ്മൾ നോക്കി തന്നെ വരും. ഇത് തന്നെ ഉള്ളത്. ഈ കപ്പലുകൾ വരുന്നു പോകുന്നു, പക്ഷേ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഏതൊരു വിധമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. കാരണം സാധാരണ കാലാകാലങ്ങളിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ കപ്പലുകൾ കയറി വലകൾ പോകാറുണ്ട്. അത് ഹാർബർ വരുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കപ്പൽ വരും, അതുകൊണ്ട് പേടിച്ച് അവിടെ ഹാർബർ വേണ്ട എന്ന് പറയുന്നതിനോട് മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും തന്നെ യോജിപ്പില്ല. മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ നടക്കുന്ന പ്രചാരണങ്ങളെയും ബാഹ്യശക്തികൾ നടത്തുന്ന ഇടപെടലുകളെയും ഇവർ എതിർക്കുന്നു. ഈ ഹാർബറിനെ വരും തലമുറയ്ക്ക് ഗുണപ്പെടുമെന്നുള്ള ലെവലിൽ കണ്ടുകൊണ്ട് ഈ ഹാർബർ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വള്ളച്ചങ്ങല എല്ലാ മത്സ്യത്തൊഴിലാളികളും സ്വന്തം വള്ളങ്ങൾ കൊണ്ട് വള്ളച്ചങ്ങല കടലിൽ തീർത്തിട്ടുണ്ട്. അതിൽ പുരോഹിതന്മാരും ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഈ ജനങ്ങളുടെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്യാദി സാമൂഹിക വ്യക്തികൾ ഇപ്പോൾ ഒരു ചില വൈദികർ ഇടപെട്ട് മത്സ്യത്തൊഴിലാളികളെ, മറ്റുള്ള മത്സ്യത്തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നുള്ള ഒരു അവ്യക്തത ഇതിൽ കൊടുത്തുകൊണ്ട് ഇതിനെ തടസ്സം ചെയ്യുന്ന രീതിക്കുള്ള പ്രസ്താവനകളും അല്ല മീറ്റിങ്ങുകളും വിളിച്ചുകൂട്ടി ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗം വിഴിഞ്ഞം, മുല്ലൂർ, കലുങ്കുതട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ മാഫിയകളാണ്. പദ്ധതി വരുമ്പോൾ 10ഓളം റിസോർട്ടുകളാണ് പൊളിച്ചു മാറ്റേണ്ടി വരിക. ഇവർ സംസ്ഥാന ഭരണതലത്തിൽ പല വിധത്തിലുള്ള സ്വാധീനം ചെലുത്തി പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണമുണ്ട്. പദ്ധതി പ്രദേശത്ത് 10 ഏക്കർ സ്ഥലം ഈ ഹോട്ടൽ ലോബികളുടെ എതിർപ്പ് മൂലം ഏറ്റെടുക്കാൻ കഴിയാതെ നിൽക്കുന്നുമുണ്ട്.
ബാക്കപ്പ് ഏരിയയ്ക്കുള്ള 10 ഏക്കർ സ്ഥലം കൂടെ എടുക്കുമ്പോൾ ഈ സ്ഥലം എടുപ്പ് പൂർണ്ണമാവും. ഈ തുറമുഖം ഈ 10 ഏക്കർ എടുക്കാത്തതിൻ്റെ കാരണം ഈ നമ്മളെ ഉദ്യോഗസ്ഥരെ, അതായത് ചീഫ് സെക്രട്ടറി, മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരുടെ ബന്ധുക്കളുടെ ഹോട്ടലായതുകൊണ്ടാണ് ഇതിനവർ ഒഴിവാക്കിയിട്ടേക്കുന്നത്. ഇത്രയും 10 ഏക്കർ സ്ഥലം കൂടെ എടുത്തു കഴിയുമ്പോൾ ഈ തുറമുഖ പദ്ധതിക്കുള്ള സ്ഥലം എടുപ്പ് പൂർണ്ണമാവുകയുള്ളൂ. ഇത്ര എടുത്തില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവരല്ല ഈ പ്രോജക്റ്റിനെ എതിർക്കുന്നതെന്നോ അല്ലെങ്കിൽ അവർക്കിത് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രാദേശികമായി അവർ ചില ജനങ്ങളെ കയ്യിലെടുക്കുന്നു, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുമായി ചില പ്രദേശത്തെങ്കിലും അവർ ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരുന്നു, ചില ഫോറങ്ങളിൽ അവർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു, അതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഈ പ്രോജക്റ്റിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഴിഞ്ഞം പദ്ധതി വന്നാൽ നഷ്ടമുണ്ടാകുന്നത് കൊളംബോ പോർട്ടിനാണ്. കാരണം ഇന്ത്യയുടെ 62% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത് കൊളംബോ തുറമുഖത്താണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമായാൽ അത് മുഴുവൻ അവിടേക്കെത്തും. സലാല, ദുബായ്, സിംഗപ്പൂർ തുടങ്ങിയ പോർട്ടുകളുടെ ലാഭത്തെയും വിഴിഞ്ഞം സാരമായി ബാധിക്കും. ഇത് തിരിച്ചറിഞ്ഞ അന്താരാഷ്ട്ര പോർട്ട് ലോബികൾ പല വിധത്തിൽ വിഴിഞ്ഞം പദ്ധതിക്ക് തുരങ്കം വെച്ചു. വിഴിഞ്ഞമെന്ന് പറയുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന പോർട്ട് സെക്ടറിൽ പ്രവർത്തിച്ച് വർഷങ്ങൾ അനുഭവമുള്ളവർ ഇത് വന്നാൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന ടെൻഡറുകളിൽ അവരിടപെടും. അവരവരുടെ ബിനാമികളെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. എന്നിട്ട് ലിറ്റിഗേഷനിലോട്ട് പോകും. നമ്മുടെ ഇവിടുത്തെ ഡെമോക്രാറ്റിക് ജുഡീഷ്യറി സംവിധാനങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം. ആരുകൊണ്ടൊരു കേസ് കൊടുത്താലും കുറഞ്ഞത് 6 മാസം 1 വർഷത്തേക്ക് ഇത് ഡിലേ ചെയ്യിക്കാം. അങ്ങനെ കഴിഞ്ഞ 25 വർഷമായിട്ട് പല ലിറ്റിഗേഷനിലും വിഴിഞ്ഞത്തെ ടെൻഡർ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി കേസ് കൊടുക്കുമ്പോൾ സിംഗിൾ ബെഞ്ചിൽ കൊടുക്കും, പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് സുപ്രീം കോടതി സിംഗിൾ ബെഞ്ചിൽ പോവും, ഡിവിഷൻ ബെഞ്ചിൽ പോവും. ന്യായമായിട്ടും 1-2 വർഷം നഷ്ടപ്പെടും. അങ്ങനെ പല ടെൻഡറുകളിലും ഇത്തരത്തിലുള്ള കാലതാമസമുണ്ടായി. ഇനി ടെൻഡറുകൾ അനുവദിച്ചാൽ അവർ ബാക്കൗട്ട് ചെയ്യും. അവർക്ക് പറ്റുന്നു, ഇത്രയും കാലതാമസം വന്നു, ഞങ്ങൾക്കിനി ഇത് ഫീസിബിൾ അല്ല, ഞങ്ങൾ മാറുന്നു. പിന്നെ ഇത് അനുവദിച്ച ടെൻഡറുകളിൽ അവർ ഉന്നയിച്ച കണ്ടീഷൻസ്, ഗവൺമെൻറ് തന്നെ അവരോട് ആവശ്യപ്പെട്ട് ചില കണ്ടീഷൻസ് വയ്ക്കാൻ പറഞ്ഞിട്ട് അവർ ആ കണ്ടീഷൻസ് വെച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ് പറയുന്നു, അല്ല, ആ കണ്ടീഷൻസ് സർക്കാരിന് ഫീസിബിൾ അല്ല, പൈസ അങ്ങോട്ട് കൊടുത്ത് ടെൻഡർ ഫൈനലൈസ്. ഏറ്റവും ഒടുവിലത്തെ വെൽസ്പൺ എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. സ്വകാര്യ മേഖലയിലാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ആദ്യ ടെൻഡർ ക്ഷണിച്ചത്. അത് മാറ്റി മുഴുവൻ നിർമ്മാണവും കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് ഏറ്റെടുത്തത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ്. 2006 പുതിയ സർക്കാർ വന്നു. തുറമുഖ വകുപ്പിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ പോയി, സർക്കാർ പോയി, പിന്നെ സർവകക്ഷി പോയി. ഏറ്റെടുക്കുന്ന സൂം എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കമ്പനിയുണ്ട്, അക്കൂട്ടത്തിൽ ചൈനീസ് കമ്പനിയുണ്ട് എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിഷ്കരുണം അതിന് അനുവാദം തന്നില്ല. ഞങ്ങൾ കുറേ കാലം അതിനുവേണ്ടി കാത്തിരുന്നു, 1 വർഷത്തോളം. അങ്ങനെ ചൈനീസ് കമ്പനി ഉണ്ടെങ്കിൽ എങ്ങനെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ശിലാസ്ഥാപനം നടത്താൻ പോയി? എന്താ ഇതിൻ്റെ ഉദ്ദേശം? ഇതിൻ്റെ പിന്നിൽ എന്താ നടക്കുന്നത്? ഇതൊക്കെ ദുരൂഹമായ കാര്യങ്ങളാണ്. കാരണം പ്രധാനമന്ത്രി ശിലാസ്ഥാപനം നടത്താൻ പോയ ഒരു പദ്ധതിക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ പറയുന്നു പുതിയ വിഷയം ചൈനീസ് കമ്പനി. ചൈനീസ് കമ്പനി വന്നാൽ എന്താ കുഴപ്പം? ചൈനീസ് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് അല്ല, ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ തുറമുഖമാണ്, പവർ കമ്പനിയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പദ്ധതിയുടെ ബാഹ്യ സൗകര്യങ്ങൾ ഒരുക്കുന്ന എല്ലാ നടപടികളും പൂർത്തിയായി. പാരിസ്ഥിതിക അനുമതിക്കായി 2010 അപേക്ഷയും സമർപ്പിച്ചു. പാരിസ്ഥിതിക ആഘാത പഠനത്തിന് റാംബോൾ കൺസൾട്ടിംഗ് എന്ന കമ്പനിക്ക് കരാർ നൽകി. ഉയർത്തപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടിയാണ് റിപ്പോർട്ടിൽ നൽകിയത്. ഞങ്ങളിപ്പോൾ 2014 കടൽ നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണം തുടങ്ങണം എന്നുള്ള പാരിസ്ഥിതിക അനുമതിക്ക് വിധേയമായി 2014 തുടങ്ങാനും 3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇതൊരു EPC കോൺട്രാക്റ്റ് വഴിയും സമാന്തരമായി തന്നെ ഒരു പോർട്ട് ഓപ്പറേറ്റർ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. 26 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതുവരെയുള്ള സങ്കീർണതകളെയും തടസ്സങ്ങളെയും അതിജീവിച്ച് വിഴിഞ്ഞം പദ്ധതി പാരിസ്ഥിതിക അനുമതി എന്ന അവസാന കടമ്പയിൽ എത്തി നിൽക്കുകയാണ്. ഈ ഡിസംബറോടെ പരിസ്ഥിതി ക്ലിയറൻസ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അപ്പോഴും വിഴിഞ്ഞത്തുകാർക്ക് ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 50 വർഷത്തോളമായി
ഈ പദ്ധതി ഇന്ന് വരും നാളെ വരും നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലവാസികൾക്ക് ഈ വസ്തു ഇന്ന് വിൽക്കാൻ പറ്റുന്നില്ല, വാങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വീട്ടിൽ ഒരു പ്രായമായ ഒരു അച്ഛനും അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അയക്കാനോ അല്ലെങ്കിൽ ഒരുവിധ കാര്യങ്ങൾക്ക് ഇവിടുത്തെ വസ്തു വിൽക്കാനോ വാങ്ങാനോ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഹാർബർ വരണം അല്ലെങ്കിൽ വേണ്ട. ഇത് വരുമോ എന്ന് വെച്ചാൽ വരും, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ഈ ഒരു അവസ്ഥ മാറിയിട്ട് വരുമോ ഇല്ലെന്ന് വ്യക്തത വരുത്തണം. ഇതാണ് പ്രധാന ആവശ്യം. തൊഴിലില്ലായ്മ, വിദേശ വ്യാപാരത്തിലെ നഷ്ടക്കണക്കുകൾ, വ്യവസായവൽക്കരണത്തിലെ കിതപ്പുകൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് വിഴിഞ്ഞം പദ്ധതി ഉത്തരം നൽകുന്നുണ്ട്. പക്ഷേ കൺമുന്നിലെ ഈ അനന്ത സാധ്യത ഇനിയും മനസ്സിലാക്കാത്തവരും മനസ്സിലാക്കിയിട്ടും ഉപയോഗപ്പെടുത്താത്തവരുമായ ഭരണാധികാരികൾ ഈ പദ്ധതി വൈകിപ്പിക്കാൻ ചുവപ്പുനാട മുറുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. പ്രതീക്ഷകൾ നങ്കൂരമിടാൻ വിഴിഞ്ഞത്തിന് ഇനിയും എത്ര കാലം കാത്തിരിക്കണം? കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാൻ ഇനി മാസങ്ങൾ മാത്രം മതി എന്നാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ ഒരു വിഴിഞ്ഞംകാരനും ആ വാക്കുകളിൽ വിശ്വാസമില്ല. കാരണം രാജ്യത്തിനാകെ പ്രതീക്ഷയായ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ അധികാരത്തിൻ്റെ ഓരോ ഇടനാഴികളിലും ആളുകളുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ. അതിനെ അവഗണിച്ച് മുന്നേറാൻ ഭരണകൂടത്തിനാവുമോ എന്നതാണ് ചോദ്യം.